ഗൈസ് ഗുഡ് മോർണിംഗ്. സോ ദിസ് ഇസ് ഡേ 2 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. സോ ഞാൻ ഏകദേശം 4:50 തൊട്ട് എനിക്ക് ബോധമുണ്ട് കേട്ടോ. 4 മണിക്ക് ഓൾറെഡി എണീറ്റു. എന്നിട്ട് പിന്നെ ഇങ്ങനെ എണീക്കേണ്ടത് ഇതെന്താ അലാറം അടിക്കാത്തേ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അതിനുശേഷം പിന്നെ ഒരു ഏകദേശം 4:50 വന്നു. പിന്നെ ശരി അലാറം അടിക്കട്ടെ എണീക്കാം എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ അലാറം അടിച്ചു. അപ്പം തന്നെ എണീറ്റു. ഒരു സന്തോഷം. 5:15 അലാറമൊക്കെ അടിച്ചു. ഞാൻ ശരി എണീക്കാം. അങ്ങനൊരു നേരത്തേക്ക് ആണെങ്കിൽ അലാറം അടിച്ച് കഴിഞ്ഞാൽ ശരി കുറച്ച് നേരം കൂടി കിടക്കാം, ബോധം വരട്ടെ, കുറച്ച് നേരം കൂടി കിടന്നിട്ട് അപ്പോൾ പിന്നെ അങ്ങ് ഉറങ്ങിപ്പോവും ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് എണീക്കണം എന്നൊക്കെ ഉള്ളതുണ്ട്. സോ ദിസ് ഇസ് ഡേ 2 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. ഇറ്റ്സ് 5:22. ഇതിപ്പം ഏകദേശം ഇപ്പം 5:30 ഭയങ്കര ഒരു കാംനെസ് ഉണ്ട് കേട്ടോ ഇവിടെ. ലൈക്ക് മുഖമൊക്കെ കണ്ടി ഇപ്പം പല്ലൊക്കെ തേച്ചു. ഇനി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണം. ഭയങ്കര ശാന്തത. സോ ഈശ ക്രിയ ഇസ് ഡൺ ആൻഡ് ചെറിയ എക്സസൈസും ചെയ്തു. എനിക്ക് മെയിൻ ഫോക്കസ് നേരത്തെ എണീക്കുക എന്നുള്ളത് തന്നെയാണ്. എൻ്റെ കാര്യങ്ങൾ ചെയ്യുക. കുറേ സമയം കിട്ടും കേട്ടോ. നേരത്തെ എണീറ്റിട്ട് എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഇന്നലെ. അതുപോലെ നേരത്തെ ഉറങ്ങാൻ പറ്റി. ഞാൻ പരാതി പറയാം, എന്നും പരാതി പറയാം, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. ബട്ട് ദ റിയൽ തിങ് ഇസ് നമ്മൾ നേരത്തെ എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്താൽ റിയലി നമുക്ക് നേരത്തെ ഉറങ്ങാൻ പറ്റും. ഇന്നലെ കുറച്ച് ലേറ്റായി, ഇന്നലെ 11 മണിയായി. പക്ഷേ എങ്കിൽ പോലും ഐ ഡോണ്ട് ഫീൽ ഇനി എന്താ പറയുക ഒരു ഉറങ്ങണം ഭയങ്കര വിഷമമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. രാവിലെ എണീറ്റു. പോകെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് എണീക്കാൻ പറ്റുമായിരിക്കും. അലാറം ഇല്ലാതെ ചിലപ്പോൾ എണീക്കാൻ പറ്റുമായിരിക്കും. കുറച്ചുകൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. സോ എനിവേ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഭയങ്കരമായിട്ട് ഒരു ഹാപ്പി ഹോർമോൺസ് ഉണ്ട് എനിക്കിപ്പോൾ തലയിൽ. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിലും എവിടേക്കോ ഒരു പോസിറ്റിവിറ്റി, എല്ലാം തരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റിവിറ്റി എവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എണീറ്റിട്ട് ഇതുവരെ ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും എടുത്തില്ല. ആകെപ്പാട് അമ്മ മെസ്സേജ് അയച്ചു. രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ അമ്മ മെസ്സേജ് അയച്ചു. സോ അമ്മയ്ക്ക് റിപ്ലൈ ചെയ്തു. വാട്സപ്പ് നോക്കി കേട്ടോ. വാട്സപ്പ് ഞാൻ രാവിലെ എണീറ്റ് ഫ്രഷ് മുഖമൊക്കെ കഴുകിയിട്ട് വാട്സപ്പ് നോക്കി. പക്ഷെ അത് കണ്ടിന്യൂസ് നോക്കിയില്ല. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ തുറന്നില്ല. സോ സോഷ്യൽ മീഡിയ ഞാൻ എണീറ്റിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറത്തേക്ക് മീൻസ് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒന്നും നോക്കരുതെന്ന് എനിക്കൊരു മൈൻഡിലൊരിതുണ്ടായിരുന്നു. അത് സക്സസ്ഫുള്ളായി. സോ ദാറ്റ്സ് ഗ്രേറ്റ്. സോ ഇനി സമയമില്ല, ഞാൻ പോയി കോഫി ഉണ്ടാക്കിയിട്ട് വരാം. ഷെഫ്. സോ ഇതെല്ലാം റെഡിയായി. അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇപ്പോൾ ഏകദേശം 8:30 അപ്പോൾ എനിക്ക് 9 മണിക്ക് ക്ലാസ് ഉണ്ട്. സോ ഫുഡ് കഴിക്കാൻ ഞാൻ വിചാരിച്ച സിനിമയിൽ കഴിക്കുമ്പോൾ ഫോൺ എടുക്കണ്ട. നേരത്തെ ഞാൻ സീരീസ് ഒക്കെ കാണുമായിരുന്നു. എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി നമുക്ക് നോക്കാം. ഫോൺ ഇരുന്ന് നോക്കിക്കൊണ്ട് തിന്നാതെ പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ ഫോൺ നോക്കാമല്ലോ. ഓക്കെ, നമുക്ക് കോളേജിലേക്ക് പോകാം. ഹായ് ഗൈസ്, ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ആക്ച്വലി ഞങ്ങൾക്ക് 3 മണി വരെ ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ ഭാഗ്യമാണോ എന്തോന്ന് അറിയില്ല, ഞങ്ങൾക്കിപ്പോൾ ഇന്ന് LPT ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ വിട്ടു. ഇപ്പോൾ ഏകദേശം 2:20 ആയുള്ളൂ. അപ്പോൾ കുറേ പേര് വീട്ടിൽ പോയി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ ഞാൻ ഇനി പോയി ഫ്രഷ് ആവണം. എനിക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാം. ഞാൻ തുണി ഇടാൻ പോയപ്പോൾ കണ്ട വിഷ്വലാണ് ഗൈസ്. ഈ അമ്മൂമ്മയ്ക്ക് നല്ല പ്രായമുണ്ട്. എന്നിട്ട് അവർ ഓരോ ജോലി ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ മേളിൽ തുണി വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് കോൾസ് വന്നു. അപ്പോൾ അതും വിളിച്ചുകൊണ്ട് ഞാൻ താഴെ വന്നു. പിന്നെ വീഡിയോ ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷേ നല്ല കാറ്റായിരുന്നു കേട്ടോ, മേളിൽ നല്ല കാറ്റ്. സാധാരണ ഈ ഒരു സമയത്തൊക്കെ ചൂട് നല്ല പോലെ തുടങ്ങുന്നതാണ്, മാർച്ച് ഒരു 15 തൊട്ട്. പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ്. എനിക്ക് ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നി, പക്ഷേ ഇന്ന് മഴയൊന്നും പെയ്തില്ല. പക്ഷേ നല്ല കാറ്റുണ്ട് വെളിയിൽ. അപ്പോൾ ഞാൻ അതൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് എനിക്ക് കുറച്ച് കോൾസ് വന്നു. പിന്നെ കോൾ ചെയ്ത് താഴെ വന്നു. വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ എനിക്ക് എൻ്റെ ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ ഡിറ്റർജൻറ്റ് പൗഡറൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിപ്പം ഓർഡർ ചെയ്തു, അതും വന്നു. പിന്നെ എൻ്റെ ഫോണിൽ കുറച്ച് സ്റ്റോറേജ് ഇഷ്യൂസ് ഉണ്ട് ഗൈസ്. കാരണം ഇത് iPhone 13 Pro ആണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് മാറ്റും. എന്നിട്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഇറങ്ങി ഡിലീറ്റ് ചെയ്തോളാം. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്കിലും എനിക്ക് അടുത്ത വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ പഴയ വീഡിയോസൊക്കെ കളഞ്ഞൂടെ നിങ്ങൾ ചോദിക്കും. പക്ഷേ അതൊക്കെ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അതൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്.
നേരത്തെയൊക്കെ ഞാനിങ്ങനെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുക 2 ദിവസത്തിൽ ഇയാൾ വലിയ കാര്യം പറയുന്നുണ്ട്, പക്ഷേ അങ്ങനെയല്ല. ഞാൻ ഈ 2 ദിവസത്തിന് മുമ്പ് ഞാൻ മെൻ്റലി ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ലൈക്ക് എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം എടുത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. സോ ചലഞ്ചിങ് മൈസെൽഫ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്കിത് ചെയ്യണം. എൻ്റെ ഉള്ളിലുള്ള ഒരു ഇന്നർ ഡെവിൾ അല്ലെങ്കിൽ ഇന്നർ ഇത് കാണുമല്ലോ, ഒരു നെഗറ്റീവ് സൈഡ്. സോ അത് നീ ഉറങ്ങ് എന്നൊക്കെ നമ്മളെ കൊണ്ട് വിചാരിപ്പിക്കുന്ന ഒരു നെഗറ്റീവ് സൈഡ്, അതിനെ സപ്രസ് ചെയ്തിട്ട് യു ഹാവ് ടു ഡൂ ദിസ് എന്ന് പറയുന്ന ഒരു ഇന്നർ സെൽഫ് കാണുമല്ലോ. സോ അതിങ്ങനെ ജയിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം. സോ വല്ലപ്പോഴും ഒക്കെ നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര പവർഫുൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ എത്ര ഹാപ്പി ആവുന്നു, അല്ലെങ്കിൽ എത്ര ഹാപ്പി ആകാൻ പറ്റും, നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാനത് റിയലൈസ് ചെയ്യാണ്. രാവിലെ എണീക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ വെറുതെ ഇരിക്കുന്നില്ല, വെറുതെ കിടക്കുന്നില്ല. നേരത്തെയൊക്കെ വെറുതെ ചുമ്മാ കട്ടിൽ കിടന്ന് ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്ത് പോകും. ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി വളരെ കുറവാണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, അത് ഇടാൻ വേണ്ടി മാത്രം കയറും. പിന്നെ കമൻറ്റുകൾ എന്തെങ്കിലും വരുവാണെങ്കിൽ റിപ്ലൈ കൊടുക്കും. അല്ലാതെ ഒരു കാര്യവും ഞാൻ അതിനകത്ത് ചുമ്മാ ഇരുന്ന് സ്ക്രോൾ ചെയ്യുന്നേ ഇല്ല. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളും നിങ്ങളെ ചലഞ്ച് ചെയ്യുക. സോ ഇനി എനിക്ക് ചെയ്യാനുള്ളത്, ഞാൻ വിളക്ക് കത്തിക്കണം, പ്രാർത്ഥിക്കണം. 6 മണി കഴിഞ്ഞു. എന്നിട്ട് ചായ ഇട്ട് കുടിക്കണം. എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് വായിക്കണം. ഇന്ന് കുറച്ച് റിലാക്സ്ഡ് ആണ്, കാരണം നാളെ എനിക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കും. സോ ആൻഡ് ഗൈസ്, ഐ എം സോ ഹാപ്പി. ഓക്കെ, അപ്പോൾ നാളെ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നാളെ വീണ്ടും ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇന്ന് ഞാൻ 5:15 ഇന്നലത്തെ കാര്യം ഒരു 10 മിനിറ്റ് മുമ്പാണ് ഞാൻ ഇന്ന് എണീറ്റത്. അപ്പോൾ അതുപോലെ നമുക്ക് നോക്കാം. മാക്സിമം ഒരു 5 മണിക്ക് എണീറ്റാൽ മതി, കാരണം അപ്പോഴേ നമ്മുടെ സ്ലീപ്പും കറക്റ്റ് വേണമല്ലോ. അപ്പോൾ സ്ലീപ്പ് ഷെഡ്യൂളൊക്കെ കറക്റ്റ് ആവുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്കാൾ കൂടുതൽ കുറച്ചും കൂടി നേരത്തെ നാളെ എണീക്കാൻ പറ്റുമെന്ന് എനിക്ക് നോക്കണം. അപ്പോൾ എന്തായാലും പറയുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.